ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു ഗോതമ്പ് പായസം കേട്ടോ. അപ്പോൾ ഗോതമ്പ് നല്ലതുപോലെ വേവിക്കണം നമുക്ക്. അപ്പോൾ കുറച്ച് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം കണ്ടോ ഉരുളിയിലേക്ക് പകർത്തിയതാണ് ഇത് കേട്ടോ. ഇതിൽ നാളികേരപ്പാൽ പിഴിയുമ്പോൾ നമ്മൾ 2 ടൈപ്പ് പാലാക്കി വെക്കുന്നുണ്ടത്. അതിൽ ലാസ്റ്റത്തെ പാലെടുത്തിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് വേവിക്കുന്നത്. നല്ലതുപോലെ വേവണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസത്തിന്. നല്ല അടിപൊളി പായസമാണ് കേട്ടോ അത്. കണ്ടോ, അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ശർക്കര നമ്മൾ ഉരുക്കിയതിന് ശേഷം ഈ ഗോതമ്പ് വെന്തതിലേക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. അതും നല്ലതുപോലെ മിക്സാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷം നാളികേരപ്പാൽ ഒഴിച്ചു. ഈ പാല് ലാസ്റ്റത്തെ പാലാണ് കേട്ടോ ഇത്. അതായത് അധികം വെള്ളമൊന്നും ചേർക്കാത്ത പാലാണിത്. ഈ പാല് കണ്ടോ നല്ലതുപോലെ ഇങ്ങനെ ഇനി വീണ്ടും ഇളക്കി അത് നല്ലതുപോലെ മിക്സ് ആക്കണം അതിൽ. അപ്പോൾ നല്ലതുപോലെ കുറുകി വരും ഇത്. നല്ല അടിപൊളി പായസം തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമുക്കിങ്ങനെ. അങ്ങനെ അതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള നട്ട്സുകളും എന്താണ് ഇതിൽ ചേർക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നെയ്യിൽ വറുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നാളികേരക്കൊത്ത്, ഇത് 3ഉം ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് 3ഉം നെയ്യിൽ വറുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യണം. എല്ലാം മിക്സാക്കി കണ്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കണം കേട്ടോ. കണ്ടോ, അടിപൊളി പായസം തയ്യാറായിട്ടുണ്ടേ. നല്ല ടേസ്റ്റായിരുന്നു അത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ശർക്കരയോ ചേർക്കാം കേട്ടോ. അതിന് ശേഷം പപ്പടം കൂട്ടി പായസം കുടിച്ച് കണ്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണേ, കമൻറ്റും ഇടണേ. താങ്ക് യു.